നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതവിടെ വെച്ചേക്ക് ഹിറ്റ്ലറെ. ഈ വിഷമമൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. എന്തിനാ ഞാൻ ഈ ദുഷ്ടത്തിനും കാണിച്ചെന്ന് നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവുമല്ലേ? എന്നോടുള്ള എല്ലാ ദേഷ്യവും നിങ്ങളുടെ ഈ മുഖത്തുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കുശിനിക്കാരൻ ഈ ബേക്കറിക്കാരിയെ അനുസരിച്ചേ പറ്റൂ. കാരണം ശരി എന്റെ ഭാഗത്താ. ഞാൻ ഫുഡ് എടുത്ത് വെക്കട്ടെ? വേണ്ട, അത് പറ്റില്ല. എന്നോട് പിണങ്ങി പട്ടിണിക്കിരിക്കാനൊന്നും പറ്റില്ല. കഴിച്ചേ പറ്റൂ. നിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പാവയല്ല ഞാൻ. എന്തൊരു പിടിവാശിയായത് ഹിറ്റ്ലറെ. ഞാനൊരു കാര്യം പറയുവാ. മിക്കവാറും ഉള്ള ഭർത്താക്കന്മാരെല്ലാം ഭാര്യമാര് പറയുന്നത് കേട്ട് പ്രവർത്തിക്കുന്നവര് തന്നെയാ. അല്ല, ഈ ഭാര്യമാര് പറയുന്ന നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? ഈ ഭർത്താക്കന്മാര് പറയുന്നത് മുഴുവൻ ഞങ്ങൾ ഭാര്യമാരനുസരിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ തിരിച്ച് ഭാര്യമാര് പറയുന്നതും കേക്കാം. തുല്യത എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിച്ചും കാണിക്കണം. ഇങ്ങോട്ട് വന്നേ. ബലം പിടിക്കില്ലേ ഹിറ്റ്ലറെ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നേ. വാ വാ ചെല. വാ വാ വാ. ഇരിക്കെ. കൈവിട്. കാണിക്കണോ? അതെ, ഇരിക്കിങ്. അതെ, ഇതാണ് ഭാര്യമാരുടെ ഗുണ്ടായിസം. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഇവിടെ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ കഴിച്ചാലേ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കൂ. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഇത്രയ്ക്ക് മസിൽ പിടിക്കേണ്ട ഒരു കാര്യം ഇതിലില്ല. നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റി, അത്രയല്ലേ ഉള്ളൂ. ആവശ്യമില്ലെന്ന് നീ പറഞ്ഞാ മതിയോ? അതെ, തൽക്കാലം ഞാൻ തീരുമാനിച്ചാ മതി. അത് ഈ വീട്ടിലെ ആവശ്യമില്ലാത്തൊരു വസ്തു തന്നെയാ. ദേ, അതിന്റെ പേരിൽ നിങ്ങൾ എന്നോട് വഴക്ക് പിടിക്കാൻ നിൽക്കല്ലേ. എന്താ മായച്ചി കാണുന്നേ? പുലി പൂച്ചയായോ? അനുസരണയുള്ള കുഞ്ഞാട്ടിനെ പോലെ ഡീക്കതേ അവള് പറയുന്ന എല്ലാം ചെയ്യുന്നു. അവക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്ന ഞാൻ വിചാരിച്ചേ, എല്ലാം പാഴായി പോയല്ലോ. ഇവൾ എന്ത് മാജിക് കാണിച്ച ടേക്കെ അടക്കി നിർത്തിയതെന്ന് ഒരു പിടിയുമില്ല. കാണിക്ക് ഹിറ്റ്ലറെ. ജ്യോതി, ഇവള് ഡികെയുടെ മേൽ ഇത്രയ്ക്ക് അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ ഈ ഭാര്യമാര് ആഹാരം ഉണ്ടാക്കി വെക്കുന്നതേ ഭർത്താക്കന്മാർക്കും വീട്ടിലുള്ളവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങളത് സന്തോഷമായിട്ട് വയറ് നിറച്ച് കഴിക്കുന്നത് കണ്ടാലേ ഞങ്ങൾക്കും സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റൂ. അതുകൊണ്ടേ എന്റെ മോൻ സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ചേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. നോക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇനിയിപ്പോ എന്നെ തല്ലണമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ തല്ലിക്കോ. ഞാൻ കൈയും കിട്ടി നിന്നോളാം. പക്ഷേ ആ ഫോട്ടോ അവിടെ തിരിച്ചു വെക്കാൻ മാത്രം പറയരുത്. പുരുഷനെ മയക്കാൻ മോഹിനി വേഷം കെട്ടേണ്ടപ്പോ മോഹിനി വേഷം കെട്ടണം. അവന്റെ നെഞ്ചിന് നേരെ ആയുധമെടുത്ത് വിരൽ ചൂണ്ടേണ്ടപ്പോ അതങ്ങ് ചെയ്തേക്കണം. ഇപ്പൊ ചത്തുകളയൊന്ന് നെഞ്ചു തല്ലി കരയേണ്ടി വരുമ്പോ അങ്ങോട്ട് കരഞ്ഞേക്കണം. ഭീഷണിപ്പെടുത്തേണ്ടി വരുമ്പോ ഭീഷണിപ്പെടുത്തിയേക്കണം. നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്ത് അവന്റെ ഹൃദയത്തിലേക്ക് കയറാൻ ഇടം കിട്ടുമ്പോ അവന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറി പോണം. കിടക്കയിൽ അവന്റെ സന്തോഷത്തിന്റെ ഉപ്പും വിയർപ്പും പങ്കുവെക്കണം.
നമ്മുടെ പുരുഷനെ നമ്മളിലേക്ക് ആവാഹിച്ചങ്ങ് ഇരുത്തണം. എന്റെ അമ്മേ, ഇവൾ എന്തൊക്കെയാ പറയുന്നേ? ലോകത്തൊരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിന്റെ മണ്ടത്തരമാണെന്ന് എല്ലാരും പറയുമെങ്കിലും പറയുന്നത് സത്യം തന്നെയെന്നാ എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. നിനക്കെങ്കിലും അത് തോന്നിയല്ലോ. എടി സുപ്രിയെ, ഇതൊക്കെ തന്നെയാ പുരുഷനെ ജയിക്കാനുള്ള സ്ത്രീയുടെ ആയുധം. അതിലെ ഒരായുധം എടുത്തിട്ടാ ഞാൻ ഹിറ്റ്ലറിനെ അടക്കിയത്. ശരി ശരി, നീ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആദ്യം എന്നെ കൊല്ലാൻ വന്നതുപോലെ അല്ലല്ലോ ഇപ്പൊ. ഭസ്മയിട്ട് അടക്കിയതുപോലെ അങ്ങ് അടങ്ങിയില്ലേ. അതാണ് ഈ ജ്യോതിസ് മാജിക്. നിന്നെ കൊണ്ട് DK ഇങ്ങനെ അടക്കി നിർത്താൻ പറ്റുമെന്ന് ഈ വീട്ടിൽ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ആരും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കും, ഒരു ഭ്രാന്തിയെ പോലെ. നീ ചിരിക്കണ്ട, ഞാനൊരു സത്യം പറഞ്ഞതാ, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. എന്ത് കാര്യം? നിന്റെ സ്നേഹത്തിന് മുന്നിൽ എന്നെ DK മറന്നു. മറക്കണം, മറന്നു പോണം. എന്നെക്കുറിച്ചുള്ള ഓർമ്മകളും പണ്ട് കൂട്ടിവെച്ച സ്വപ്നങ്ങളും എല്ലാം DKയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോണം. അവിടെ ഇനി നീ മാത്രമേ പാടുള്ളൂ. അല്ലടി, അവിടെ ഒരു കസരയായിട്ട് നിന്നെയും കൂടി കയറ്റി ഇരുത്താം. നീ മിണ്ടിപ്പോരുത്. ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നാ അതോടെ ഈ വീടിന്റെ സന്തോഷം ഇരട്ടിക്കും. കുഞ്ഞൊക്കെ വരും, അതിനുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാലേ വേഗം ആവട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.